നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഫോൺ 13 പ്രോ. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിന് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ IMEI നമ്പർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് IMEI നമ്പറില്ല. സെറ്റിങ്സ് കയറിയിട്ട് നമ്മൾ മോഡം വെയർ നോക്കുന്ന സമയത്ത് മോഡം വെയറും ഇല്ല. ഇത് ഓൾറെഡി ഒരു കസ്റ്റമർ ഗൾഫിൽ നിന്ന് സെക്കൻഡ്സ് എടുക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞത് ബോർഡിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല, നിങ്ങൾ എടുത്തു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെടുത്ത് പുറത്തോടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുത്താൽ. അപ്പോൾ എൻ്റെ കൈ കിട്ടി വെക്കുന്ന സമയത്ത് ഇതിൽ സ്ക്രൂകളൊന്നുമില്ല. അതായത് ബോർഡ് നിൽക്കാനുള്ളൊരു സ്ക്രൂകളുണ്ട്, അതൊന്നുമില്ല. ബോർഡ് ജസ്റ്റ് ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുള്ളതെന്ന് മാത്രം. പിന്നെ വേറെ ബോർഡ് ഫുള്ളായി മറ്റേ ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നാൻഡ് ICൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ യൂസർ വെച്ച് തുടങ്ങുന്ന സ്ഥലത്ത് 2-3 കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന സെക്ഷനാണ്, അവിടെയൊക്കെ മിസ്സിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ബോർഡാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അതായത് സെക്കൻഡ്സ് എടുക്കുന്ന സെറ്റ് എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയും, പക്ഷേ അത് ഓൾറെഡി സർവീസ് ചെയ്ത് റെഡിയാവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാൻ പറ്റണമെന്നില്ല, ചിലത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബോർഡിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല കളി കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇവർ നെറ്റ്വർക്ക് IC 2 വൈഫൈ IC ഒക്കെ കളിച്ചുകൊണ്ട് 2 IC എടുത്ത് പുറത്തിട്ട് എന്നതിന് ശേഷം ബോർഡ് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ലെഡ് ഇറങ്ങി ചെന്നിട്ട് അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. അതൊന്നും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും ഐഫോണിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ നല്ല എല്ലാ കാര്യത്തിലും പ്രത്യേകം ക്ലീൻ ചെയ്യണം. ഐഫോണിൻ്റെ കുറച്ചും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ലെയറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഫിറ്റിങ്സിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവർ വൈഫൈ IC അതുപോലെ തന്നെ നെറ്റ്വർക്ക് IC കളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അതെന്തായാലും നമ്മൾ റീബോൾ ചെയ്തിടണം. അത് മസ്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഫോൺ ഓൾറെഡി ഒരു പുറത്തുനിന്ന് റീബോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കംഫർട്ടിന് വേണ്ടി നമ്മൾ റീബോൾ ചെയ്തിടുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയല്ല ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞ കേട്ടോ. ഞാൻ ആദ്യം തന്നെ സൈഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2-3 കമ്പോണൻസ് ഷോർട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റീബോൾ ഇതിന് ഇഷ്യൂ ആയിരിക്കും എന്ന് വെച്ചിട്ട് നെറ്റ്വർക്ക് IC കഴിച്ചു, അതുപോലെ തന്നെ വൈഫൈ IC കഴിച്ചു. അത് രണ്ടാമത് റീബോൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ കമ്പോണൻസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 2-3 കമ്പോണൻസ് ഷോർട്ട് കാണിക്കുന്നത്. അങ്ങനെ ആ കമ്പോണൻസൊക്കെ മാറ്റി പുതിയ കമ്പോണൻസ് ഇട്ട് നോക്കുന്ന സമയത്ത് ഷോർട്ട് ക്ലിയറായി. നെറ്റ്വർക്ക് സെക്ഷനിലുള്ള 2-3 സ്ഥലത്ത് ഷോർട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയറായി. അത് കപ്പാസിറ്ററൊക്കെ ഷോർട്ടായി പോയതാണ്. എന്നതിന് ശേഷം ലെയർ ഞാൻ റീബോൾ ചെയ്ത് എന്തിനു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ലെയർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാർബൺ ഇങ്ങനെ കയറും, ഒരു കറുപ്പ് കളർ ഇങ്ങനെ വരും. അപ്പോൾ ആ കറുപ്പ് കളർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെയർ അങ്ങ് റീബോൾ ചെയ്ത് എന്നതിന് ശേഷം ഞാൻ വൈഫൈ ഇട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലെയർ ക്ലിയർ ചെയ്തിട്ട് റീബോൾ ചെയ്തിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. പിന്നെ ഈ എക്സ് അതിൻ്റെ മുകളിലോട്ടുള്ള സീരീസൊക്കെ ഈ സാൻഡ്വിച്ച് ബോർഡാണല്ലോ, അത് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ് വരും. അത് നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ താഴത്തെ ബോർഡിലോ അല്ലെങ്കിൽ മേളത്തെ ബോർഡിലോ ഏതെങ്കിലും ലെയറിൽ പ്രിൻറ്റ് മിസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോർഡ് ബെൻഡായിട്ടുണ്ടാവും. ഈ ബെൻഡായി കഴിഞ്ഞാലൊക്കെ ഒരുവിധമൊക്കെ വരുന്നതാണ്. പിന്നെ 13 സീരീസിൽ ഈ അധികം ഈ നെറ്റ്വർക്ക് സെക്ഷനിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഇഷ്ടംപോലെ എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ചിലത് ഈ RF ബോർഡ് നമ്മൾ സ്വാപ്പ് അടിക്കേണ്ട കണ്ടീഷൻ വരെ വരലുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ലോവർ ബോർഡിലും ഷോർട്ട് ഉണ്ടായിരുന്നു, അപ്പർ ബോർഡിൽ 2-3 കമ്പോണൻറ്റ് ഷോർട്ട് ഉണ്ടായിരുന്നു. അതും കൂടെ ക്ലിയർ ചെയ്ത് ഒരു കണക്ഷൻസിൻ്റെ മിസ്സിങ് ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്ത് എന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ലെയർ റീബോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നേരെ ഫിക്സ് ചെയ്ത്. പിന്നെ എന്ന് പറയുമ്പം ഐഫോണിലെ മെയിലിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനിത് ഈ സൈഡൊക്കെ കാണിച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിട്ടിയ സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്നായിട്ട് ഫ്ലെക്സും അതുപോലെ തന്നെ ഫ്ലെക്സ് ഇങ്ങനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കറുപ്പ് കളറൊക്കെ ആക്കി. നമ്മളെപ്പോഴും നമ്മളൊരു ബോർഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇപ്പം നമ്മളടുത്ത് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വേറെ ഏത് ഷോപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടീഷനിൽ നമ്മൾ ഫുള്ള് ഫ്ലെക്സൊക്കെ ആക്കിയിട്ട് ഇതാക്കി വെച്ചാണെന്നുണ്ടെങ്കിൽ ആരും നോക്കാൻ നിൽക്കില്ല. ഒരു വിചാരിക്കും ഇത് ഒരുപാട് കളിച്ചിട്ടുണ്ട്, ഇത് കയ്യല്ല, ഇത് വെറുതെ എന്താ പറയുക എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള മൈൻഡിലായിരിക്കും. അതുകൊണ്ട് അധിക കസ്റ്റമറും ഷോപ്പുകാരും റിട്ടേൺ അടിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോൾ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയാലും ഇല്ലെങ്കിലും തിരിച്ച് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് അടുത്ത ആൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ബോർഡ് കാണുമ്പോൾ തന്നെ ബോർഡിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ ചടച്ചു, പിന്നെ സർവീസ് ചെയ്യാൻ നിൽക്കില്ല, തിരിച്ച് റിട്ടേൺ കൊടുക്കും. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വേറെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റിലൊക്കെ ചെയ്തെല്ലാം ഫുള്ള് സെറ്റാക്കി ബോർഡൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ ഒട്ടിച്ചതിന് ശേഷം സിമ്മ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സിമ്മിൻ്റെ നെറ്റ്വർക്കിൻ്റെ സെക്ഷനിൽ ആദ്യം തന്നെ ഞാൻ IMEI നമ്പർ വന്ന് മോഡം വെയർ വന്ന് സിം ഇട്ട് 5G നെറ്റ്വർക്ക് കൊടുത്തു. ഈ കംപ്ലയിൻറ്റ് സാധനം ഫുൾ എന്തായാലും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും നെറ്റ്വർക്ക് കിട്ടാത്ത കംപ്ലയിൻറ്റോ ഐഫോൺ റിലേറ്റഡ് കംപ്ലയിൻറ്റോ ആൻഡ്രോയിഡ് റിലേറ്റഡ് കംപ്ലയിൻറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ബയോയിലുണ്ട്. പിന്നെ
ഇതുപോലത്തെ ആരെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. ഓരും കൂടെ ഒരു ഉപകാരപ്പെടട്ടെ. കാരണം നമ്മൾ അതുകൊണ്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും ഇതേപോലെ പെട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരും കൂടെ ഒരു ഉപകാരപ്പെടട്ടെ. ഇതിപ്പോൾ എന്തായാലും ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്, ഫുള്ള് സെറ്റായിട്ടുണ്ട്. കസ്റ്റമറും ഹാപ്പിയായി, ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി. കാരണം ഞാൻ ഈ ചില ബോർഡ് എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കണ്ടീഷൻ വരാറുണ്ട്, മറ്റേ സ്വാപ്പ് അടിക്കേണ്ട കണ്ടീഷൻ വരാറുണ്ട്. ഇതിപ്പോൾ സ്വാപ്പ് അടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല, ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.